ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ വീട് പണി സ്ട്രക്ചർ വർക്കൊക്കെ കഴിഞ്ഞ് ഇൻറ്റീരിയർ വർക്കിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ബഡ്ജറ്റും പിന്നെ ഇൻറ്റീരിയർ വർക്കിൻ്റെ വർക്ക് മൊത്തം കൊള്ളാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ആ കാര്യം എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ ഇൻറ്റീരിയർ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫർണിച്ചർ ലേഔട്ട് ഫൈനലൈസ് ചെയ്തിരിക്കണം. ഫർണിച്ചർ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ക്യാബിനറ്റ്സ് വരിക, എവിടെയാണ് കിച്ചണിൻ്റെ ക്യാബിനറ്റ്സ് എവിടെയാണ് വരിക, എത്ര ക്യാബിനറ്റ്സ് വേണം, എത്ര ഹൈറ്റിൽ വേണം എന്നുള്ള അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ഫർണിച്ചർ ലേഔട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ബഡ്ജറ്റിലേക്ക് കടന്ന് ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തൊരു കബോർഡ് കാണാൻ തോന്നും, അടുത്ത സ്ഥലത്ത് അങ്ങനെ കാണാനായിട്ടും ആകെ ഒരു ഡിസൈൻഡ് കോൺസെപ്റ്റ് ഇല്ലാത്ത രീതിയിലേക്ക് വരും. പിന്നെ അത് മാത്രമല്ല നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫർണിച്ചർ ലേഔട്ട് ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് തുടങ്ങുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു ഫ്രീ ചെക്ക് ലിസ്റ്റ് എങ്ങനെ ഫർണിച്ചർ ലേഔട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു ഫ്രീ ചെക്ക് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ചെക്ക് ലിസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ്, നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ ഇനിയും കൂടുതൽ ഇൻറ്റീരിയേഴ്സിൻ്റെ വീഡിയോസുമായിട്ട് വരും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.